അസുഖം. കുറഞ്ഞ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ അനന്തമായ ഭാരമേറ്റിക്കൊണ്ട് നടക്കുന്ന ആളുകൾ, അവർക്ക് വിമുഖേന്ദ്രിയ, അങ്ങയിലേക്ക് മനസ്സ് തിരിക്കാത്തവര് എന്നും ദീനരായിട്ട് ജീവിതം നയിക്കുന്നു. ക്ഷുത്രിതാതുമി ഇമാമുഹരധ്യമാന ശീതോഷ്ണവാദ വർഷൈതരേതരാശ്ച കാമാഗ്നിനാച്യുതരുഷാച സുദുർബരേണ സംപശ്യതോ മന ഒരു ക്രമസീതദേമേ. രമാവ് പറയുന്നു, എനിക്ക് ചില ആളുകളെ കാണുമ്പോൾ എനിക്ക് സീതദേമേ വിഷമം തോന്നുന്നു. എന്താണത്? കുറെ ആളുകൾ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നു, കുറെ ആളുകൾ കുടുംബ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു, ചില ആളുകൾ ശാരീരിക ദുഃഖങ്ങൾ അനുഭവിക്കുന്നു, മാനസികമായ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. ഇവരെയൊക്കെ കാണുമ്പം ഇവരറിയുന്നില്ല കാമാഗ്നിനാം, ഇവരൊക്കെ കാമമാകുന്ന അഗ്നിയിൽ വെന്തുരുകിയവരാണ്. ദാരിദ്ര്യം തുടങ്ങിയിട്ടുള്ള ലൗകിക പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ രാഷ്ട്രീയക്കാർ പ്രസംഗിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഈ ലോകത്തിൽ ഒരിക്കലും പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. നമുക്ക് ഒരു നിമിഷം കൊണ്ട് പ്രകൃതിക്ക് തകർക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ നിങ്ങളോട്, ഓസ്ട്രേലിയയിൽ എത്രയോ നമ്മളെക്കാളും ഡെവലപ്ഡ് കൺട്രിയാണ്. കാട്ടുതീയിൽ എത്രയോ 100ഓളം ആളുകളാണ് മരിച്ചിരിക്കുന്നത്. ഒരു ഭൂകമ്പം കൊണ്ട് എത്ര ആളുകൾ മരിക്കുന്നു. നാം സമ്പന്നം എന്ന് പറയുന്ന സ്ഥലത്തെ ദാരിദ്ര്യമാക്കാൻ പ്രകൃതിക്ക്. എന്നാൽ ഭാരത സംസ്കാരം പറയുന്നത് ഈ ശരീരം എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചാലും അതൊന്നും മനസ്സിനെ അലട്ടാതിരിക്കണമെങ്കിൽ ആരിലേക്ക് ശ്രദ്ധ തിരിക്കണം? ദാരിദ്ര്യത്തിന്റെ, നിത്യദാരിദ്ര്യത്തിന്റെ നടുവിലിരുന്നു കൊണ്ട് തളരാത്ത വ്യക്തിത്വത്തിന്റെ കഥ പറയുന്ന ശാസ്ത്രമാണ് ഭാഗവതം. ആരുടെ? കുചേല കഥ. ദാരിദ്ര്യം ഒരാളെ തളർത്തുമെന്ന് രാഷ്ട്രീയക്കാരൻ പറഞ്ഞു കഴിഞ്ഞാലല്ലോ ഭാഗവതത്തിന് അംഗീകരിക്കാൻ പറ്റില്ല. എന്നാ സ്വാമി നിങ്ങളൊരു 10 ദിവസം പട്ടിണിയിൽ ഇട്ടാലോ? ഒരു വിരോധവും ഇല്ല. ഹരിദ്വാറിൽ ഋഷികേശിലും വരൂ നിങ്ങൾ. ഒരു തുള്ളി വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് എത്രയോ ആളുകൾ ഇവിടെ ജീവിക്കുന്നത് നമ്മൾ കാണിച്ചു കൊടുക്കാം. ഭക്ഷണം കഴിക്കാതെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ജൈനന്മാരുടെ ഇടയിൽ 21 ദിവസമൊക്കെ ഒരു വസ്തുവും കഴിക്കാതെ ജീവിക്കുന്ന ആളുകൾ ഞാൻ പേഴ്സണലായിട്ട് കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? ദാരിദ്ര്യം കൊണ്ട് ഒരാൾ തളരണു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യമല്ല കാരണം. മക്കളെ കൊണ്ട് തളരണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളല്ല കാരണം. ശരീരം കൊണ്ട് തളരണു പറഞ്ഞാൽ ശരീരമല്ല കാരണം. കാരണം മുഴുവൻ കാമാഗ്നിന. മനസ്സിൽ എന്താ അഗ്നിയുണ്ട്? അതിനോട് കൊട്ടലും സ്പൃഹയും വേണ്ടാത്തതൊക്കെ ഉണ്ട്. അതിൽ നിന്നും ആ മനസ്സിനെ ആരാണോ ഭഗവാനിലേക്ക് കൊണ്ടുവരുന്നത് അവർക്കെവിടെയാണ് വിഷമങ്ങളും ദുഃഖങ്ങളും ഉള്ളത്? അതുകൊണ്ട് ഭഗവാനെ യാവൽ പ്രദക്തമിതമാത്മന ഇന്ദ്രിയാർത്ഥ മായാഫലം ഭഗവതോ ജനയീശവശ്യൽ താവന്ന സംസതിരസോ പ്രതി സംക്രമേദ വ്യർത്യാഭി ദുഃഖ നിവഹം വഹതീ ക്രിയാർത്ഥ യാവൽ പ്രദക്തമിതം ആത്മന ഇന്ദ്രിയാർത്ഥ മായാബലം ഭഗവതോ ജനയീശവശ്യൽ. നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ ലോകത്തെ കാണുന്ന സമയത്ത് പൃഥക് ദൃശ്യം, പൃഥക്കുകളായിട്ടുള്ള ദൃശ്യങ്ങൾ കാണുന്നു, വ്യത്യസ്തമായ ദൃശ്യങ്ങൾ കാണുന്നു. ഉള്ളിലിരിക്കുന്ന ആ പ്രകാശം നാനാവിധത്തിലുള്ള ഓട്ടകളിലൂടെ പോകുമ്പോൾ പല വിധത്തിൽ പ്രകാശിക്കുന്നു. ഇതുപോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം മനസ്സിലൂടെ ഓരോ ഇന്ദ്രിയത്തിലൂടെയും പ്രകാശിക്കുമ്പോൾ കണ്ണിന് കാഴ്ച വരുന്നു, കാതിന് കേൾക്കാൻ പറ്റുന്നു. അപ്പം നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള സാധനങ്ങളും കാണുമ്പോൾ നമുക്ക് തോന്നുന്നു പ്രപഞ്ചം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളാണ്. എന്നാൽ നമ്മൾ തിരിച്ചറിയുന്നില്ല ഏത് വൈവിധ്യത്തിൻ്റെയും പിന്നിൽ ഒരു ചൈതന്യമാണ് ഇരിക്കുന്നത്. ഇവിടെ തന്നെ അത് മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നില്ല എന്ത് പ്രശ്നമുണ്ടെന്ന്. നോക്കൂ, നമ്മൾ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഏത് ജാതിയിൽപ്പെട്ടവരായാലും ശ്വസിക്കുന്ന വായു അതെല്ലാവരിലും ഒരുപോലെയല്ലേ? അല്ലേ? പ്രകൃതിയിലേക്ക് നോക്കൂ നിങ്ങൾ. ചെടികളും കാർബൺ ഡൈ ഓക്സൈഡ് ആയാലും വായുവാണല്ലോ വലിച്ചെടുക്കുന്നത്. മൃഗങ്ങൾ ശ്വസിക്കുന്നു, മത്സ്യങ്ങൾ ശ്വസിക്കുന്നു, എല്ലാ സാധനങ്ങളും ശ്വസിക്കുന്നുണ്ട്. എങ്കിൽ എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്ന ചൈതന്യവും ഒന്ന് തന്നെയാണ്. ഇത് മനസ്സിലാക്കാൻ എന്താ പ്രയാസം? വളരെ രസകരമായി ഭഗവാൻ പറയുന്നു, നിങ്ങൾക്ക് ഇനിയും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു മാലയിലേക്ക് നോക്കൂ നിങ്ങൾ. മത്ത പരതരം നാന്യൽ കിഞ്ചിതസ്തീതനഞ്ചയാം മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവാം. ഒരു മാല എടുത്തു നോക്കൂ നിങ്ങൾ. സൂത്രേ, ഒരു സൂത്രത്തിൽ, സൂത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയല്ല സൂത്രം. ഒരു ചരടിൽ കോർത്തിരിക്കുന്ന മാലയെ നോക്കും, പൂക്കളെ നോക്കൂ നിങ്ങൾ. ആ വൈവിധ്യങ്ങളായിരിക്കുന്ന പൂക്കളൊക്കെ കോർത്തിരിക്കുന്ന നൂല് ഒന്നാണെന്ന് മനസ്സിലാക്കാൻ എന്താ അത്ര പ്രയാസം? ഇതുപോലെ നമ്മൾ പൃഥക്കുകളെ കാണുമ്പോൾ, പൃഥക് എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങളെ കാണുമ്പോൾ, വേർതിരിച്ചതിനെ കാണുമ്പോഴും ഉള്ളിൽ ഉറപ്പിക്കേണ്ടതുണ്ട് ഈ കാഴ്ചകൾക്കെല്ലാം പിന്നിലിരിക്കുന്നത് ഒരേ ഭഗവാനാണ്. അതിലേക്ക് മനസ്സ് പ്രതിസംക്രമേത, അവർക്ക് സംക്രമിക്കാൻ സാധിച്ചില്ലെങ്കിൽ, കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ സംസൃതി എന്ന ആ സംസൃതിയിൽ നിന്ന്, സംസാരത്തിൽ നിന്ന്
അവർക്ക് ഉയരാൻ സാധ്യമല്ല. അവരുടെ പ്രശ്നങ്ങളെ അവർക്ക് പരിഹരിക്കാൻ സാധ്യമല്ല. വ്യർത്ഥാപി ദുഃഖ നിവഹം വഹതീ ക്രിയാർത്ഥ. അവരെപ്പോഴും എന്തുകൊണ്ട് നടക്കും? ദുഃഖത്തെ വഹിച്ചുകൊണ്ട് നടക്കും. അപ്പൊ ആരാണ് ദുഃഖത്തെ വഹിച്ചുകൊണ്ട് നടക്കുന്നത്? ഈ ലൗകിക ലോകത്തിൽ കാണുന്ന വൈവിധ്യങ്ങളിൽ മാത്രം മനസ്സ് വ്യാപരിച്ച് ആരെ കാണുന്നില്ല? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ കാണുന്നില്ല. അവർക്കെന്നും ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പരാതികളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. ആര് ക്രിയേറ്റ് ചെയ്യുന്നു ഇതൊക്കെ? ഒരു അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ പറ്റുമോ? നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ ആരിലേക്ക് തിരിക്കണം? ഇതാണ് ഗീതയിലൊക്കെ പറയുന്ന ഉദ്ധരേതാത്മനാത്മാനം ആത്മാനമവസാധയേ. നമ്മൾ തന്നെ നമ്മളെ ഉയർത്തി തന്നെ വേണം. നമ്മളെ താഴ്ത്തിയിട്ട് ഒരു കാര്യവുമില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴുണ്ടല്ലോ, നമുക്ക് ആ കാഴ്ചപ്പാട് കുട്ടിക്കാലത്തെ കിട്ടാത്തത് കൊണ്ടാണത്. നമുക്കാരും പറഞ്ഞു തന്നില്ല നമ്മളിലേക്ക് തന്നെ നോക്കണമെന്ന്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പുറമേക്ക് മാത്രം നോക്കിയാൽ മതി എന്നാണ്. അങ്ങനെ നമ്മളൊക്കെ ഒരു പുറം നോക്കികളായി. അങ്ങനെ നമ്മുടെ മനസ്സ് മുഴുവൻ പുറത്തു നോക്കി ഇപ്പം അകത്തേക്ക് നോക്കാൻ പറ്റണില്ല. അകത്തേക്ക് നോക്കുമ്പോഴേക്കും ആകെ പ്രശ്നം അവിടെ. വേണ്ടാത്തതൊക്കെ അപ്പോഴാണ് നമ്മൾ കാണുന്നത്. ചിലർക്ക് അകത്തേക്ക് നോക്കുമ്പോഴല്ലോ അപ്പം ഭ്രാന്ത് പിടിക്കുകയാണ്, ചൊറിച്ചിൽ വരിക. കാരണം അതിൻ്റെ ഉള്ളിലുള്ള ഓരോ ചിന്തകളൊക്കെ കണ്ട് പുറത്തേക്ക് വരുമ്പോൾ ഈശ്വര ഇങ്ങനെ അപകടം ഉണ്ടോ ഉള്ളിൽ എന്നാണ്. പിന്നെ ചിലർക്ക് അകത്തേക്ക് നോക്കുമ്പോഴേക്കും ടിക് എന്ന് വെച്ചാൽ ഉറക്കം വരിക, പിടിച്ചു കിട്ടണില്ല. പ്രയാസപ്പെടണ്ട, ഒരു ദിവസം നമുക്കും പിടിക്കാൻ പറ്റും. പയ്യെ തിന്നാൽ പറ്റും. ക്രമേണ 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 നിങ്ങൾ വിഷമമൊന്നും കാണിക്കരുത് അതിൽ. ഇന്നതൊക്കെ കേട്ടിട്ട് സ്വാമി ഇപ്പം പറഞ്ഞു അകത്തേക്ക് പിടിച്ച് ഒരൊറ്റ പിടുത്തുന്നു, ഒരു പിടുത്തും കിട്ടാൻ പോണില്ല. അതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ശനൈരു പരമേത്. എന്ത് വേണം? ക്രമേണ ക്രമേണ ക്രമേണ. പെട്ടെന്നൊന്നും അങ്ങോട്ട് ആവില്ല, അഭ്യസിക്കുക തന്നെ വേണം. ക്രമേണ ക്രമേണ ക്രമേണ. ഇതൊരു ഒറ്റ ദിവസം കൊണ്ട് എറണാകുളത്തമ്മൻ്റെ ഉത്സവം തൊഴുതു കഴിഞ്ഞ് ഇനി വീട്ടിൽ പോയി സുഖമായിട്ട് കടന്നുറങ്ങാം. ആ അവസ്ഥയിലല്ല ആത്മീയത എന്ന് പറയുന്നത്. ഇതൊരു നിരന്തരമായൊരു പ്രക്രിയയാണത്. അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ എത്തിയിരിക്കും. അതുകൊണ്ട് ഭഗവാനെ എനിക്ക് അവിടുത്തെ അനുഗ്രഹം വേണം. എന്തൊക്കെയാണ് വേണ്ടത്? ഭഗവാനെ ത്വം ഭാവയോഗ പരിഭാവിതകൾ സരോജ ആസ്തേ സുദേക്ഷിത പദോ നനുനാദ പുംസം യദ്യദ്യാദ ഉരുകായ വിഭാവയന്തി തത്തൽവഭൂ പ്രണയസേ സദനുഗ്രഹായ ത്വം ഭാവയോഗ പരിഭാവിതകൾ സരോജ. അവിടുന്ന് ആരുടെ ശുദ്ധമായ ഹൃദയത്തിലാണോ ഭഗവാനെ, അവിടുന്ന് ശ്രവണത്താൽ ശുദ്ധമായിരിക്കുന്ന ഹൃദയത്തിൽ അവിടുന്ന് വളരെയധികം പ്രകടമായിരിക്കുന്നു ഭഗവാനെ. എന്നിട്ട് അവിടുന്ന് യദ്യദ്യ ഉരുകായ വിഭാവയന്തി, അവിടുന്ന് പ്രകാശിച്ചുകൊണ്ട് ആ ശരീരത്തിലിരുന്നു കൊണ്ട് സദനുഗ്രഹായ അവരെ അനുഗ്രഹിക്കുന്നു ഭഗവാനെ. അതുകൊണ്ട് നാദി പ്രസീദതി തതോ പരിതാപചാരൈ ആരാധിത സുരഗണേ ഹൃദിബദ്ധകാമൈ തൽസർവഭൂതദയാ സദലഭ്യൈകോ നാനാജനേശവിഹിത സുഗതന്തരാത്മാ. ഭഗവാനെ എല്ലാവരുടെയും ഹൃദയത്തിലിരുന്നു കൊണ്ട്, അന്തരാത്മാവായിരുന്നു കൊണ്ട്, സർവഭൂതങ്ങളോട് ദയ കാണിച്ചുകൊണ്ട്, അവിടുന്ന് ആരാൽ ആരാധിതനാകുമ്പോഴാണോ പ്രീതനായിക്കൊണ്ട് അവരെയൊക്കെ നല്ല വഴി കാണിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള അങ്ങേ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നു. ഭഗവാനെ ഒന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അങ്ങയിൽ നിന്ന് ഭിന്നമായി ഇവിടെ യാതൊന്നും ഇല്ല വാസ്തവത്തിൽ. പക്ഷേ ആ അങ്ങ് തന്നെയാണ് യോവാ അഹം ച ഗിരിശശ്ച വിഭുസ്വയം ച സിത്യുൽഭവ പ്രളയഹേതവ ആത്മമൂലം ഭിത്വാ ത്രിബാൽഭവത ഏക ഒരു പ്രഹോര തസ്മൈ നമോ ഭഗവതേ ഭുവനദ്രുമായ. അഹം ഗിരിശ വിഭു തുടങ്ങിയവരൊക്കെ സ്ഥിതി ഉത്ഭവ പ്രളയഹേതവ ആത്മമൂലം, ഇവരൊക്കെ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണഭൂതന്മാരാണ്. ആരൊക്കെ? ബ്രഹ്മാവ്, വിഷ്ണു, പരമശിവനായിരിക്കുന്ന ആരാണ് ഉപസംഹരിപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ വ്യക്തികളായി എടുത്തുകൊണ്ടുണ്ടല്ലോ, നമുക്ക് വളരെ കൺഫ്യൂഷനായിപ്പോയി. ഇതിലൊക്കെ നമ്മൾ ഈ സ്രഷ്ടാവെന്ന് പറയുന്നതും സ്ഥിതി ചെയ്യിക്കുന്ന വിഷ്ണു എന്ന് പറയുന്നതും സംഹാരമൂർത്തിയായ ശിവൻ എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാലത്തിന്റെ 3 സ്വഭാവങ്ങളാണ് ഇവർ 3 പേരും. ആരൊക്കെ? കാലത്തിൽപ്പെട്ടവരാണ്. എന്താ കാലത്തിൽപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം? കാലനിയമത്തിലാണ് സൃഷ്ടിയും സ്ഥിതിയും വിനാശവും ഉള്ളത്. ഇവരൊക്കെ കാലവിധേയങ്ങളാണ്. അതുകൊണ്ടാണ് ബ്രഹ്മാവിന് കൽപ്പം വെച്ചിരിക്കുന്നത്. ഇത്ര കൽപ്പം വരെ അദ്ദേഹം ഉള്ളൂ. കേട്ടിട്ടുണ്ടല്ലോ പുരാണങ്ങളിൽ. അത് കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മാവ് സ്ഥാനം മാറണം.
എന്നുള്ള കഥകളൊക്കെ പറയാൻ കാരണം ഇവരെല്ലാം കാലവിധേയപ്പെട്ടവരാണ്. അപ്പൊ കാലവിധേയമാണെങ്കിൽ ഇവരെല്ലാം മനസ്സിന്റെ വ്യത്യസ്ത സ്വരൂപങ്ങളാണ്. ഏത് മനസ്സിലും ഒരു സൃഷ്ടാവായ കാമമുണ്ട്. ഏത് മനസ്സിലും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സുഖത്തിന്റെയും ഒരു സ്ഥിതിയുണ്ട്. ഏത് മനസ്സിലും ദുഃഖത്തിൻ്റെതായിട്ടുള്ള ഒരു സംഹാരമൂർത്തിയുമുണ്ട്. എപ്പോഴൊക്കെ നിങ്ങൾ ദുഃഖിക്കുന്നോ അപ്പോഴൊക്കെ നിങ്ങൾ സംഹാരം ചെയ്തു നിങ്ങളുടെ സുഖത്തെ. അപ്പൊ നിങ്ങളിൽ ആരുണർന്നു? സംഹാരം ചെയ്യുന്നത് ശിവൻ എന്ന് പറയുന്ന. അപ്പൊ നിങ്ങൾ ശിവമായതിനെ മറക്കുമ്പോൾ നിങ്ങൾ ശവമായി തീർന്നു. അതാണ് ശിവൻ എന്നുള്ള ശബ്ദമുണ്ടല്ലോ, അതിമനോഹരമായിട്ടാണ് വെച്ചിരിക്കുന്നത്. എപ്പോ നിങ്ങൾ ശിവനെ മറന്നോ അപ്പൊ നിങ്ങൾ ശവമായി. പിന്നെ നിങ്ങളുടെ മനസ്സ് ദുഃഖിക്കാൻ തുടങ്ങി, നിങ്ങൾ രോദനം ചെയ്യാൻ തുടങ്ങി, നിങ്ങൾ രുദ്രനായി തീർന്നു. എപ്പോ നിങ്ങളുടെ മനസ്സ് സ്വസ്ഥതയും ശാന്തതയിലുമാണോ അപ്പൊ നിങ്ങളുടെ മനസ്സ് എല്ലായിടത്തും വ്യാപരിച്ചു വിഷ്ണുവായി തീർന്നു. എപ്പോ നിങ്ങളുടെ മനസ്സിലൊരു കാമന വരുന്നുണ്ടോ അപ്പൊ നിങ്ങൾ, പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, ഈ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും എല്ലാം എവിടുന്നാ വരുന്നത്? അഹം ഗിരിശശ്ച വിഭു സ്വയം സ്ഥിതി ഉത്ഭവ പ്രളയവ ആത്മമൂലം. ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആത്മാവായിരിക്കുന്ന ചൈതന്യം തന്നെയാണെങ്കിൽ, ഭഗവാനാകുന്ന സത്യമില്ലെങ്കിൽ ഇവിടെ സൃഷ്ടിയുമില്ല, സ്ഥിതിയുമില്ല, ഒന്നുമില്ല. ഇപ്പൊ കാലപ്രേരിതമായി നടക്കുന്ന മനസ്സ്, കാലാതീതനായിരിക്കുന്ന ഭഗവാൻ, ഇത് നമുക്ക് നല്ലവണ്ണം ഉൾക്കൊള്ളണേ നിങ്ങൾ. ഒന്ന് കാലത്തിൽ പ്രേരിതമായി ഉണരുന്ന മനസ്സ്, രണ്ട് കാലാതീതനായ ഭഗവാൻ. ഇതാണ് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിത്വമെങ്കിൽ എപ്പോഴും നമ്മുടെ കൂടെയുള്ളത് കാലമല്ല ഉള്ളത്, കാലത്തിനും അതീതനായ ഭഗവാനാണുള്ളത് എന്ന് നമ്മൾ നല്ലവണ്ണം ധരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ, ഭഗവാനെ യസ്മാൽ ബിബേമ്യഹം അഭി ദിപരാദ്യദിഷ്ണ്യം ആദ്യാസിത സകല ലോക നമസ്കൃതം യൽ തേവേ തപോ ബഹുസവോ സമാന തസ്മൈ നമോ ഭഗവതേ അതിമഖായതുഭ്യം. ഭഗവാനെ, എല്ലാ ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മുക്തി തരുന്ന, സകല ലോകവും നമസ്കരിക്കുന്ന, തപസ്സുകൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്ന അങ്ങനെയുള്ള ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ബ്രഹ്മാവ് ഉപസംഹരിപ്പിക്കുകയാണ്. അവസാനം അദ്ദേഹം പറയുന്നു, ഭഗവാനെ ഏഷ പ്രപന്നവരദോ രമയാത്മശക്തിയാം യദ്യൽ കരിഷ്യതി ഗൃഹീത ഗുണാവതാര തസ്മിൻ സവിക്രമമിതം സൃജിതോ വിദേതോ യുഞ്ജീത കർമ്മശമലം ച യഥാ വിദഹ്യം. ഏതൊരു ഭഗവാനെ ശരണം പ്രാപിച്ചാലാണോ ലക്ഷ്മീനാഥനായിരിക്കുന്ന ഭഗവാന്റെ എല്ലാ ശക്തികളും അന്തർലീനമായിരിക്കുന്ന ഭഗവാന്റെ ആ ശക്തികളെ മനസ്സിലാക്കാൻ അശക്തമാണ് ഭഗവാനെ. എങ്കിലും ഭഗവാനെ, അവിടുത്തെ നിയോഗപ്രകാരം ഞാനിത് സൃഷ്ടിക്ക് തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് സൃഷ്ടിയെക്കുറിച്ച് വിവേകമെല്ലാം അങ്ങ് പറഞ്ഞു തരണം. സോസോ അഭദ്രകരുണോ ഭഗവാൻ വിബദ്ധ പ്രേമസ്മിതേന നയനാംബുരുഹം വിഭജൻ ഉത്തായ വിശ്വവിജയായ ജനോ വിഷാദം മാദ്വാ ഗിരാപനയനാൽ പുരുഷപുരാണാം. മാദ്വാ ഗിരാപനയനാൽ, എന്നെ ഉപദേശിച്ചാലും ഭഗവാനെ എങ്ങനെയാണ്, ഏത് അറിവിലിരുന്നു കൊണ്ടാണ് ഞാൻ സൃഷ്ടി ചെയ്യേണ്ടതെന്ന് എന്നെ ഉപദേശിച്ചാലും. എന്ന് വെച്ചാൽ എന്താ ബ്രഹ്മാവിന്റെ ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൃഷ്ടി ചെയ്യുമ്പോഴും ഞാൻ സൃഷ്ടിയിൽ കുടുങ്ങാൻ പാടില്ല. കാലപ്രേരിതമായി സൃഷ്ടി ചെയ്യുമ്പോഴും എൻ്റെ മനസ്സ് ആരിലേക്ക് വരണം? കാലാതീതനായ ഭഗവാനെ പിടിച്ചുകൊണ്ട് ഞാൻ സൃഷ്ടി ചെയ്യണം. ഈ കലയൊന്നെനിക്ക് പറഞ്ഞു തന്നാലും. ഇതല്ലേ നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടത്? നമ്മുടെ ഭർത്താവ്, ഭാര്യ, മക്കള്, വീട്, ഈ ബന്ധങ്ങളിലൊക്കെ മനസ്സ് വ്യാപരിക്കുമ്പോഴും ആരിലേക്ക് മനസ്സ് വരണം? കാലാതീതമായ ഭഗവാനെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇവിടെ മാറ്റങ്ങൾ വന്നാലും എവിടെ ബാധിക്കില്ല? കാലാതീതനായ ഭഗവാനെ മുറുകെ പിടിച്ചൊരു മനസ്സിനെ അതൊന്നും ബാധിക്കുകയില്ല. ഭട്ടതിരിപ്പാട് പറഞ്ഞ പോലെ നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീന അനേകമുക്താവലി നിർമ്മല ബ്രഹ്മസിന്ധോ കല്ലോലോലാസതുല്യം ഖലു വിമലതരം സത്വമാഹുത്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്തും സകളൈതി വജ തൊൽക്കലാസേവഭൂമൻ. നിഷ്കമ്പനാവണമെങ്കിൽ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനം. മനസ്സെവിടെ നിർലീനമാവണം? കാലാതീതമായ പരമാനന്ദ സ്വരൂപനായ ഭഗവാനിൽ നിർലീനമായിക്കൊണ്ടാണ് ഈ ലീലകൾ ചെയ്യുന്നതെങ്കിൽ എവിടെയാണ് ഈ ലീലകളിലൊക്കെ നമ്മൾ കുരുങ്ങുന്നത്? ഒരു നടനെപ്പോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നതാണ്. എന്താ നടന്റെ പ്രത്യേകത?
താൻ ആരാണെന്ന ബോധത്തോടുകൂടി അഭിനയിക്കുമ്പോഴും, ഒരു കുടുംബജീവിതം അഭിനയിക്കുമ്പോഴും ആ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും അയാളെ ബാധിക്കുന്നില്ല. കാരണം അയാൾക്ക് നല്ല ബോധ്യമുണ്ട്, ഇത് വെറും ഒരു അഭിനയമാണ്, ഞാൻ വാസ്തവത്തിൽ ഇതിലൊരു പങ്കാളിയല്ല, ഞാൻ വെറും ഒരു അഭിനയം ചെയ്യുന്ന ആൾ മാത്രമാണ്. എന്നാൽ നമ്മൾ ആ അഭിനയം കാണുമ്പോഴോ നമ്മളിരുന്ന് കരയണം. ചിലർ കണ്ടില്ലേ, സിനിമാ തിയേറ്ററിലൊക്കെ പോയിട്ട് അവർ കാശും മേടിച്ചിട്ട് അവർ വീട്ടിൽ പോകണു. നമ്മളാണെങ്കിൽ ഇരുന്ന് മൂക്കും വായും കണ്ണൊക്കെ ഒലിപ്പിച്ച് നമ്മളിങ്ങനെ വേദനകളും വിഷമങ്ങളും. ചിലർ സീരിയൽ കണ്ടിട്ട് കരയുന്ന പാർട്ടികളുണ്ട്. അതുകൊണ്ടാണ് അവർ കരയുന്ന സീരിയൽ മാറ്റിവെച്ച് ഭഗവാന്റെ സീരിയലാക്കിയത്. കുറച്ചു കാലം ഇനി ചിരിക്കട്ടെ ആളുകൾ എന്ന് വിചാരിച്ചിട്ട്. സൃഷ്ടിയിൽ കുടുങ്ങാതെ സൃഷ്ടി ചെയ്യാനുള്ള വിദ്യ എനിക്ക് പറഞ്ഞു തരുമെന്ന്. ഒരു എട്ടുകാലിയെ പോലെ തൻ്റെ വലയിൽ ഒരിക്കലും ആര് പെടില്ല, എട്ടുകാലി പെടില്ല. എന്നാൽ ഒരു പട്ടുനൂൽ പുഴുവിന് പെട്ടുപോകും. പട്ടുനൂൽ പുഴുവിൻ്റെ ഉള്ളിൽ നിന്നും നൂല് വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ലിക്വിഡ് വന്ന് അത് നൂലായി 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 അവസാനം നൂലാമാലയായി. പട്ടുനൂൽ പുഴുവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് ചുറ്റും അതാ നൂല് ഉണ്ടാക്കി ഉണ്ടാക്കി താൻ ഉണ്ടാക്കിയ നൂലിൻ്റെ ഉള്ളിൽ തന്നെ പട്ടുനൂൽ പുഴു കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആ കോട്ടൻ്റെ ഉള്ളിൽ തന്നെ അത് പെട്ടുപോകും, പിന്നെ അത് ചത്തുപോകും. അല്ലെങ്കിൽ അവരെടുത്തുകൊണ്ടുപോയി പുഴുങ്ങും അതിനെ. അതാണല്ലോ പട്ടുനൂൽ പട്ടുനൂൽ കൊണ്ടുണ്ടാക്കുന്നതാണ് ഈ പട്ടുവസ്ത്രങ്ങൾ. ആ പുഴു അതിൻ്റെ ആ തളച്ച വെള്ളത്തിൽ കിടന്ന് അങ്ങനെയാണ് അതിനെ കൊല്ലുന്നത് അവർ. എന്നിട്ടാണ് ആ നൂലൊക്കെ എടുത്ത് വേർതിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും പട്ടുവസ്ത്രം ഉടുക്കുന്നവരും പറയുന്നത് പുഴുങ്ങണോ പുഴുങ്ങണോ എന്നാണ്. ഇത് കേട്ടതും ഭഗവാൻ പറയണു, ശ്രീ ഭഗവാനുവാച. ഭഗവാന്റെ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണേ. ഇങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. മാ ആവേദഗർഭഗാസ്ത്രന്തിം സർഗ ഉദ്യമവാവഹ തന്മായാപാദിതം ഹ്യഗ്രേ യന്മാം പ്രാർത്ഥയതേ ഭവൻ. ആദ്യത്തെ ഉപദേശം ഗാ തന്ത്രിം സർഗ ഉദ്യമാവഹ തന്ത്രിം ഘാ മാ. ഏ ബ്രഹ്മാവേ, അങ്ങ് ഗാസ്തന്ത്രിം. ഗാതന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലസ്യം എന്നാണ് അർത്ഥം. ആലസ്യം ഉണ്ടാവരുത് അങ്ങേക്ക്. ഒരിക്കലും ആലസ്യത്തിന് വിധേയനാവരുത്. എപ്പോഴും എന്ത് വേണം? ഉത്സാഹം വേണം. ജീവിതത്തിന്റെ ഏറ്റവും ഈശ്വര ചൈതന്യം നമ്മളിൽ പ്രകാശിക്കണമെങ്കിൽ നമ്മളിൽ നല്ലവണ്ണം ഉത്സാഹം വേണം. ഒരു ഡള്ളായി ജീവിക്കുന്നവർക്ക് ഒരിക്കലും ഈശ്വര ചൈതന്യത്തെ ഉള്ളിൽ നിന്ന് പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല. കുഴല് വിളക്കിന്റെ കുഴല് കരി പിടിച്ചു കഴിഞ്ഞാൽ എത്ര പ്രകാശം ഉണ്ടായിട്ടും കാര്യമില്ല, ആ പ്രകാശത്തിനെ പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. കുഴല് നല്ലവണ്ണം വൃത്തിയാക്കണം. ഇതുപോലെ നമ്മുടെ മനസ്സിന്റെ കരി പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഏത്? ആലസ്യം എന്ന് പറയുന്നത്. ആലസ്യത്തെ ഏറ്റവും വലിയ ശത്രുവായിട്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാരെ കാണുന്നത്. ഇന്നാണെങ്കിലല്ലോ നമ്മുടെ വീട്ടിൽ അതേ ഉള്ളൂ. കുട്ടികളൊക്കെ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ലേ, അങ്ങനെ ആയിരിക്കുന്നു ജീവിതം. രാത്രി 9-10 മണി വരെ ഇരുന്ന് ജോലി ചെയ്യും. രാവിലെ പോത്തുപോലെ 8 മണി വരെ. പിന്നെ ചാടിപ്പടഞ്ഞ് എണീറ്റ് ബാത്റൂമിലേക്ക് ഒരു ചാട്ടവും ഡ്രസ്സിങ് റൂമിലേക്ക് ഒരു ഓട്ടവും, പിന്നെ അത് കഴിഞ്ഞ് എന്തൊക്കെയോ വലിച്ചു വാരി കുറച്ച് അകത്തേക്കൊക്കെ തട്ടി അടുത്ത വണ്ടി എടുത്തിട്ടൊരു പോക്കും. പിന്നെ ഇത് തന്നെ കഴിഞ്ഞു ജീവിതം.